മോർണിംഗ്. നമുക്കിന്ന് കെമിസ്ട്രി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ആൽക്കലീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ആൽക്കലീസിന്റെ കാര്യങ്ങൾ കണ്ടു. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ന്യൂട്രലൈസേഷൻ ആണ്. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പം എന്താണ് ആർഗീനിയസ് തിയറി കണ്ടു. ഇപ്പോൾ ആസിഡ് ആണെങ്കിൽ H+ അയോൺസ് ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. H+ അയോൺസ് ആയിരിക്കും ലിബറേറ്റ് ചെയ്യുന്നത് ആസിഡ്. ആൽക്കലീസ് ആണെങ്കിൽ OH- അയോൺ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. What happens when dilute hydrochloric acid and dilute sodium hydroxide solution are mixed? മനസ്സിലായി എന്തൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? അപ്പോൾ ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്താണ്? ഒരു ആൽക്കലിയാണ്. അപ്പോൾ ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആസിഡിന്റെ കാര്യം പഠിച്ചു, ആൽക്കലിയുടെ കാര്യം പഠിച്ചു. ഇവിടെ രണ്ടും നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. അതിൻ്റെ എന്താണ് എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ആ ഫിഗറിൽ തന്നിട്ടുണ്ട്, സൈഡിൽ ഫിഗർ 5.4 തന്നിട്ടുണ്ട്. നമ്മൾ ഡൈലൂട്ട് HCl നമ്മളൊരു ട്യൂബിൽ എടുത്തിട്ടുണ്ട്. താഴെ നമ്മൾ എന്താണ് NaOH എന്താണ് മിക്സഡ് വിത്ത് ഫിനോഫ്തലീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ HCl നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് ഈ NaOH സൊല്യൂഷനിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ HCl ഒരു ട്യൂബിലാണ്, ഒരു ബ്യൂററ്റിലാണ്. നമ്മൾ +2 ഇത് ശരിക്കും നമുക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ നമ്മൾക്ക് സ്വയമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു HCl ഒരു വലിയ ട്യൂബാണ്. ഓക്കെ, ഇതൊരു ബ്യൂററ്റ് എന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഒരു ഓപ്പൺ ഒരു വാൽവ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ കൺട്രോൾ ആ വാൽവ് തുറന്നിട്ട് ഓരോ ഡ്രോപ്പായിട്ട് ഇണക്കി വീഴാം. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് അടയ്ക്കാം, തുറക്കുമ്പോൾ ഓരോ ഡ്രോപ്പ് വീഴും. ഓക്കെ, എന്താ നമ്മൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ NaOH സൊല്യൂഷനിൽ ഇപ്പോൾ ഫിനോഫ്തലിൻ ഉണ്ട്. ഇതൊരു പിങ്ക് കളറാണ്. ഓക്കെ, ഇത് പിങ്ക് കളറാണ് കാരണം ഇത് NaOH എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്, അതുകൊണ്ടാണ് പിങ്ക് കളറായത്. ഓക്കെ, നമ്മൾ ഈ ഓരോ ഡ്രോപ്പ് HCl ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കുന്ന അറിയോ, ഈ ഫിനോഫ്തലിൻ്റെ ഈ പിങ്ക് കളറ് ഇത് പയ്യെ ഡിമ്മായി തുടങ്ങും. ഓക്കെ, പയ്യെ ഡിമ്മായി തുടങ്ങി ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോ തുള്ളി എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫിനോഫ്തലിൻ്റെ മൊത്തം കളർ എന്തായി മാറും, മൊത്തം കളറുകൾ ചേഞ്ച് ചെയ്യും. ആ ഒരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു, ന്യൂട്രലൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്ത് സംഭവിക്കുക, അവിടെ ആൽക്കലിയുടെ സ്വഭാവം കാണിക്കില്ല, എന്താണ് ആസിഡിന്റെ സ്വഭാവം കാണിക്കില്ല, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, രണ്ടിന്റെ സ്വഭാവം കാണിക്കില്ല. അങ്ങനെ ഒരു സ്റ്റേജിനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആൽക്കലിൻ കാണിക്കില്ല, അത് ആ ന്യൂട്രലൈസേഷൻ സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ ആൽക്കലി എന്നും പറയാൻ പറ്റില്ല, നമുക്ക് ആസിഡ് എന്നും പറയാൻ പറ്റില്ല. രണ്ടിന്റെ സ്വഭാവം ആ ഒരു സൊല്യൂഷൻ കാണിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെയാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നിന്റെ ആസിഡിന്റെ എഫക്റ്റിനെ നമ്മൾ എന്താണ് ആൽക്കലി ഉപയോഗിച്ച് ആസിഡിന്റെ എഫക്റ്റിനെ കളയുന്നു, അല്ലെങ്കിൽ ആൽക്കലിയുടെ എഫക്റ്റിനെ നമ്മൾ ആസിഡ് ഒഴിച്ചിട്ട് ആ എഫക്റ്റിനെ കളയുന്നു. രണ്ടും എന്താ ആസിഡും അല്ല ആൽക്കലി അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ടേക്ക് 50 ml of dilute hydrochloric acid in a burette using a pipette measuring 20 ml of dilute sodium hydroxide, that is NaOH solution in a conical flask എടുക്കുക. അപ്പോൾ conical flask NaOH solution ആണ്, ആൽക്കലി ആണ്. ഓക്കെ, add 1 or 2 drops of phenolphthalein into the sodium hydroxide. ഇതാണ് ഫിനോഫ്തലിൻ ഒഴിക്കുക. ഫിനോഫ്തലിൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്, അത് ബേസ് ആണോ ആസിഡ് ആണോ എന്ന് റിലേറ്റ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിനോഫ്തലിൻ അപ്പോൾ നമ്മൾ എവിടേക്ക് വെച്ചാൽ ആൽക്കലിയിലേക്കാണ് വെച്ചത്. അപ്പോൾ ആൽക്കലിയിലേക്ക് വെക്കുമ്പോൾ എന്തായി മാറുന്നത്, ബ്ലൂ കളറാണ്, സോറി പിങ്ക് കളറാണ്. ഓക്കെ, ആൽക്കലിയുടെ സ്വഭാവം എന്താ, ബ്ലൂവിനെ പിങ്ക് ആക്കുക. അപ്പോൾ ഇത് പിങ്ക് കളറാണ്, ആൽക്കലിയുടെ കളറാണ് നമുക്കവിടെ കിട്ടിയിട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്തു, ഈ കോണിക്കൽ ഫ്ലാസ്ക് ബിലോ ദി ബ്യൂററ്റ് ആൻഡ് ആഡ് ഈ കോണിക്കൽ ഫ്ലാസ്ക് കോൺ ഷേപ്പിലുള്ള ഫ്ലാസ്കിനെയാണ് പറയുന്നത് കോണിക്കൽ ഫ്ലാസ്ക് കേട്ടോ. NaOH സൊല്യൂഷനിൽ കോൺ ഷേപ്പിലല്ല ഇരിക്കുന്നത്, അതിനാണ് കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ആ നമ്മൾ അടിയിൽ വെച്ചിട്ട് ആ ബ്യൂററ്റ് തുറന്ന് ഞാൻ പറഞ്ഞു ഡൈല്യൂട്ടഡ് HCl പയ്യെ ഒഴിക്കാം. ഓക്കെ, മിക്സ് എന്നതുപോലെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കോണിക്കൽ ഫ്ലാസ്ക് നമ്മൾ ഷെയ്ക്ക് ചെയ്യണം, എല്ലായിടത്തും എത്താൻ കരുതി ഷെയ്ക്ക് ചെയ്യുക. എന്താണ്, ഒബ്സർവ് ദ കളർ ചേഞ്ച് ഓഫ് ദ NaOH സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു NaOH സൊല്യൂഷൻ എന്താണ്, പിങ്ക് കളർ പയ്യെ ഷെയ്ഡ് ആവാൻ തുടങ്ങും. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ആസ് കളർ ഫെയ്ഡ്സ് ആഡ് HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആൻഡ് സ്റ്റിർ. സ്റ്റോപ്പ് ആഡിങ് HCl when the color disappears completely with just 1 drop of HCl. ഞാൻ പറഞ്ഞു ആ കളർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ, ആ പിങ്ക് കളർ മുഴുവനായിട്ട് പോകും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താണ്, ആ പിങ്ക് കളർ മുഴുവനായിട്ട് നഷ്ടപ്പെടും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ ആ HClന്റെ പൈപ്പാവന്നെ ബ്യൂററ്റ് ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ വീണ്ടും HCl വെച്ചുകൊണ്ടിരുന്നാൽ അത് ആസിഡായിട്ട് മാറും. ഓക്കെ, എന്താ നമ്മൾ ബ്ലൂ കളറിലേക്ക് ആവാൻ തുടങ്ങും. ഇപ്പോൾ ബ്ലൂ കളറാകുന്ന ആസിഡായിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ ആ പിങ്ക് കളർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു ഡ്രോപ്പിലായിരിക്കും ആ പിങ്ക് കളർ പോകുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ HClന്റെ പൈപ്പ് ഓഫ് ചെയ്യുക, ആ ബ്യൂററ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എന്താണ്, ഈ NaOH സൊല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ആണ്, ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയാം. എന്നുവെച്ചാൽ ന്യൂട്രലൈസേഷൻ ഒക്കർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ സൊല്യൂഷൻ എന്താ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡിന്റെ സ്വഭാവം കാണിക്കില്ല, ബേസിന്റെ സ്വഭാവം കാണിക്കില്ല. അപ്പോൾ നമ്മളൊരു ആൽക്കലി ആയിരുന്നൊരു വസ്തുവിനെ ഉണ്ടോ ന്യൂട്രൽ ആയത് എങ്ങനെയാണ്, കുറച്ച് എമൗണ്ട് ആസിഡ് ചേർത്ത് കഴിയുമ്പോൾ
നമ്മൾ ന്യൂട്രലൈസേഷൻ കണ്ടു. അങ്ങനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ്റെ കാര്യം പറയുന്നത്. എന്താണ്, നമ്മൾ ആൽക്കലീനെ ആസിഡ് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അതിനെ ആസിഡിനെ ആൽക്കലി ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് നോക്കാം അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആൻസേഴ്സ് നോക്കാം. വാട്ട് വാസ് ദ കളർ ഓഫ് NaOH സൊല്യൂഷൻ വെൻ ഫിനോഫ്തലിൻ വാസ് ആഡഡ്? ഫിനോഫ്തലിൻ ആഡ് ചെയ്തപ്പോൾ NaOHൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ആൽക്കലി ആയിരുന്നു. അതുകൊണ്ടൊരു പിങ്ക് കളറായിരുന്നു നമുക്ക് കിട്ടിയത്. ഓക്കെ, വിച്ച് നേച്ചർ ഓഫ് ദ NaOH സൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ? അതുകൊണ്ട് എന്ത് നേച്ചറാണ് NaOHന് ഇവിടെ? NaOHന് ആൽക്കലി നേച്ചറാണ്. ആൽക്കലി നേച്ചർ ആയതുകൊണ്ട് തന്നെ ബ്ലൂ റെഡ് ആക്കും. റെഡാണ് അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്കിഷ് കളറാണ് നമ്മൾ ആൽക്കലിക്ക് ഫിനോഫ്തലിൻ ഒഴിച്ച് കഴിയുമ്പോൾ കിട്ടുക. ഓക്കെ, ബേസ് ആണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ആൽക്കലിക്ക് കിട്ടുക. ഓക്കെ, ഒരു പിങ്ക് കളറാണ് ഇൻഡിക്കേറ്റ്. ദാറ്റ് ഈസ് NaOH ഈസ് എന്താണ്? ആൽക്കലി. What do you infer from the decrease in the intensity of the NaOH solution and adding HCl? ഇപ്പോൾ HCl ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു, നമ്മുടെ ഈ NaOHൻ്റെ ആ ഒരു ഫിനോഫ്തലിൻ്റെ കളർ കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ ആ ഒരു NaOHൻ്റെ അല്ലെങ്കിൽ ആൽക്കലി നേച്ചർ കുറഞ്ഞു വരുന്നു. ആ കളർ കുറഞ്ഞു വരാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ NaOHൻ്റെ നേച്ചർ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. When the color disappears completely, will be there any NaOH left behind the conical flask? Okay, നമ്മൾ ആ ഒരു കളർ പിങ്ക് കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിസപ്പിയർ ചെയ്ത് കഴിയുമ്പോൾ അപ്രത്യക്ഷമായി കഴിയുമ്പോൾ NaOH സൊല്യൂഷൻ പിന്നെ ഉണ്ടാവുന്നതാണ് ചോദ്യം. ഇല്ല, പിന്നെ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് NaOH സൊല്യൂഷൻ അല്ല. NaOH ആണെന്നുണ്ടെങ്കിൽ ആൽക്കലി ആയിട്ട് മാറും അല്ലേ? പിന്നെ അത് NaOHും അല്ല HClഉം അല്ല. അതെന്താണ്? അത് ന്യൂട്രൽ സൊല്യൂഷനാണ്. എന്താ, ആസിഡും അല്ല ബേസും അല്ലാത്തൊരു ന്യൂട്രൽ സൊല്യൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാൻ അതിലേക്ക് ആ കളർ കംപ്ലീറ്റ്ലി മാറിക്കഴിഞ്ഞ ആ സൊല്യൂഷനിലേക്ക് ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് NaOH സൊല്യൂഷൻ ടു ദ കംപ്ലീറ്റ്ലി ഡിസ്കളേർഡ് സൊല്യൂഷൻ. വാട്ട് ചേഞ്ച് വിൽ യു ഒബ്സർവ്? വാട്ട് വിൽ ബി ദ റീസൺ? അപ്പോൾ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ NaOH സൊല്യൂഷനിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് പുതിയതായിട്ട് എന്താണ് NaOHും കൂടി ഒഴിക്കുക. അപ്പോൾ വീണ്ടും എന്ത് കളർ വരും? വീണ്ടും നമുക്ക് ആ പിങ്ക് കളർ തന്നെ എന്ത് ചെയ്യും? റീഅപ്പിയർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും അത് ആ വെള്ളത്തിന് ആൽക്കലി നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ആൽക്കലി ഒഴിച്ചു. അപ്പോൾ ന്യൂട്രലൈസേഷൻ മാറി വീണ്ടും ആ ഒരു വെള്ളത്തിന് ആൽക്കലിയുടെ നേച്ചർ കിട്ടി. അപ്പോൾ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ എന്തായി മാറി? അതൊരു ബ്ലൂ കളർ അല്ലെങ്കിൽ അതൊരു പിങ്ക് കളറായിട്ട് വീണ്ടും വരും. ഓക്കെ, പിങ്കിഷ് കളർ, ആ പോയ പിങ്കിഷ് കളർ വീണ്ടും വരും. ഓക്കെ, ടു ദീസ് അഗെയിൻ ആഡ് HCl ഡ്രോപ്പ് ടു ഡ്രോപ്പ്. വീണ്ടും അപ്പോൾ ആ ഒരു പിങ്ക് കളർ ആയല്ലേ? നമ്മൾ ആദ്യം കളർ പോയി, വീണ്ടും നമ്മൾ NaOH സൊല്യൂഷൻ ഒഴിച്ചു, അപ്പോൾ വീണ്ടും പിങ്ക് കളർ വന്നു. അതിലേക്ക് വീണ്ടും HCl ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് HCl വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആ കളർ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ വീണ്ടും ആ കളർ ഡിസപ്പിയർ ചെയ്യും. കാരണം എന്താ? വീണ്ടും നമ്മൾ ആസിഡ് ഉപയോഗിച്ച് ആ ആൽക്കലീനെ ന്യൂട്രലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയാം? ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് വിത്ത് ഈച്ച് അതർ ടു നള്ളിഫൈ ദർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും, അവരുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് അവർ നഷ്ടപ്പെടും. ഓക്കെ, അത് സംഭവിക്കപ്പോൾ അപ്പോൾ അവിടെ ആ ഒരു സൊല്യൂഷൻ ന്യൂട്രൽ സൊല്യൂഷനായി മാറും. അത് ആൽക്കലിയും അല്ല ആസിഡും അല്ലാത്തൊരു സൊല്യൂഷനായിട്ട് മാറും. ആൽക്കലി ആസിഡും തമ്മിൽ കൂട്ടിച്ചേരുമ്പോൾ അത് ന്യൂട്രലൈസേഷൻ ഒക്കർ ചെയ്യും. അത് ഓർത്താൽ മതി. ആസിഡും ആൽക്കലിയും തമ്മിൽ കൂട്ടി കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ന്യൂട്രലൈസേഷൻ ഒക്കർ ചെയ്യും. ആൽക്കലിയുടെ സ്വഭാവം കാണിക്കില്ല, ആസിഡിന്റെ സ്വഭാവം കാണിക്കില്ല. അതൊരു ന്യൂട്രൽ സ്വഭാവമായിരിക്കും പിന്നെ കാണിക്കുക. ഓക്കെ, അങ്ങനത്തെ ഉള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, write the chemical equation for the neutralization reaction between sodium hydroxide and hydrochloric acid. Okay, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ എന്താണ്? നമ്മൾ NaOH അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് HCl എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാന്ന് അറിയോ? NaClഉം എന്താണ്? NaCl സോഡിയം ക്ലോറൈഡും H2O വാട്ടറും ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ആവുക. ഓക്കെ, NaOH പ്ലസ് HCl കമ്പൈൻ ചെയ്യുമ്പോൾ എന്തോരും? NaClഉം വാട്ടറായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, അതാണ് NaOH പ്ലസ് HCl ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ എഴുതിയിരുന്നു കേട്ടോ. എന്താ? യു ഹാവ് ഓൾറെഡി recorded the volume of HCl used for neutralization of 20 ml of NaOH in the earlier experiment. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ് കണ്ടക്ട് ചെയ്തല്ലേ. അപ്പോൾ ആ ഒരു NaOH 20 മില്ലി NaOH സൊല്യൂഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എടുത്ത HClന്റെ അളവ് നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുക. അവർ 20 മില്ലി NaOHനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് എത്രയോ മില്ലി HCl എടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഇനിയും ഈ കോൺസെൻട്രേഷൻ കൂട്ടാണ്, NaOHന്റെ കുറച്ചുകൂടി കാഠിന്യം വീര്യം കൂട്ടാണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ
സെയിം എമൗണ്ട് തന്നെ HCl ആണോ യൂസ് ചെയ്യേണ്ടതാണ് ചോദ്യം. അല്ല, എന്താണ്, കോൺസെൻട്രേഷൻ മാറുമ്പോൾ നമ്മൾ എടുക്കുന്ന ആസിഡിന്റെ അളവും മാറും. ഓക്കെ, ഒരു സൊല്യൂഷൻ ന്യൂട്രലൈസേഷൻ എത്താനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കും നമ്മൾ എന്തോ ഒരു ആസിഡ് എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ആണെങ്കിൽ കുറച്ച് ആസിഡ് വയ്ക്കുമ്പോഴേക്കും ന്യൂട്രലൈസേഷൻ എത്തും. ഇനി വളരെ കാഠിന്യം കൂടിയും വീര്യം കൂടിയ ഒരു ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ എന്താ, കുറച്ച് ആസിഡ് ഒഴിച്ചാൽ പോരാ, കുറച്ചുകൂടി കൂടുതൽ ആസിഡ് ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഏതൊരു സൊല്യൂഷനാണ് ന്യൂട്രലൈസേഷൻ നമ്മൾ ഒക്കർ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള എന്താണ് ആസിഡ് നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എപ്പോഴും കറക്റ്റ് ആണെന്ന് പറയാം. 20 മില്ലി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ആൽക്കലിയും എന്താ ന്യൂട്രലൈസേഷനിൽ എത്തുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ ആൽക്കലിയുടെ കോൺസെൻട്രേഷൻ അനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന ആസിഡിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ന്യൂട്രലൈസേഷൻ റിയാക്ഷന് കൂടുതൽ എക്സാമ്പിൾ കണ്ടെത്താൻ പറ്റുമെന്നാണ് ചോദ്യം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം, നമ്മൾ ആസിഡിറ്റി ഉണ്ടെന്ന് പറയും അല്ലേ. വയറ്റിൽ നമ്മൾ ആസിഡിറ്റി ഉണ്ട്, ചിലർ ആസിഡിറ്റിക്ക് മരുന്ന് കഴിക്കും. നമ്മൾ എന്താ ആസിഡിറ്റിക്ക് മരുന്ന് കഴിക്കുക? നമ്മൾ ആൻറ്റാസിഡ് ആണ് കഴിക്കുക. ഈ ആൻറ്റാസിഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആൽക്കലിയാണ്. അപ്പോൾ നമ്മൾ വയറ് ആസിഡിക് നേച്ചർ ആകുമ്പോൾ നമ്മൾ എന്താ കഴിക്കുന്നത്? ആൽക്കലി കഴിക്കും. ആൽക്കലി കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വയറിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ അതെന്താ, ആ ആസിഡിന്റെ സ്വഭാവം നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ആൻറ്റാസിഡ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് ആൽക്കലിയാണ്, ആസിഡിറ്റി. ഓക്കെ, അതേപോലെ നമ്മൾ കൃഷി ചെയ്യാനവർക്ക് അറിയാൻ പറ്റും. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറെ നാൾ കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലം എന്താണ്, കുമ്മായം വിതറും കൃഷി ചെയ്യാനൊക്കെ മുമ്പ്. എന്തുകൊണ്ടാണ് ചിലർക്ക് കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് അറിയാൻ പാടുണ്ടാവും അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് കുമ്മായം വിതറുന്നത്? കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അതൊരു ആൽക്കലിയാണ്. ഇപ്പൊ കുറെ നാൾ കൃഷിയൊക്കെ ചെയ്യാണ്ട് എടുക്കുന്ന നമ്മുടെ മണ്ണിന് ഒരു ആസിഡിറ്റി ഉണ്ടാവും, ആസിഡിക് നേച്ചർ ഉണ്ടാവും. അപ്പൊ ഈ കുമ്മായം ഇട്ട എന്ത് സംഭവിക്കും? ആ ആസിഡും ഈ നമ്മളിടുന്ന NaOH എന്ന് പറയുന്നത് ഈ ആൽക്കലിയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു ന്യൂട്രലൈസേഷൻ നടക്കും. അപ്പോൾ എന്ത്, മണ്ണിന് സാധാരണ ഒരു സ്വഭാവം കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നല്ലോണം വളരും. ആസിഡിക് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഒന്നും അധികം, ചില പ്ലാന്റ്സ് ഉണ്ട് ചിലത് ആസിഡിക് നേച്ചർ വേണം വളരാനായിട്ട്, ചിലർക്ക് ന്യൂട്രൽ നേച്ചർ വേണം വളരാനായിട്ട്. അപ്പോൾ നമ്മൾ ഫാം ചെയ്യാനൊക്കെ, കൃഷി തുടങ്ങാനൊക്കെ മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണ് ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ pH വാല്യൂ എന്നാണ് പറഞ്ഞത്. ആ ഒരു മണ്ണിൻ്റെ pH വാല്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ pH വാല്യൂവിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എന്താണ്, ആസിഡ് ആണോ അതോ ബേസ് ആണോ അല്ലെങ്കിൽ ആൽക്കലി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഒരു pH വാല്യൂ നോക്കിയിട്ട് അത് ആസിഡ് ആണോ അത് ബേസ് ആണോ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതിനെക്കുറിച്ചാണ് നിങ്ങൾ അടുത്ത് പഠിക്കാൻ വന്നത്. അപ്പോൾ ഇതൊക്കെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ വയറുവേദന എടുക്കുമ്പോൾ ആസിഡിറ്റി മൂലം നമ്മൾ വയറുവേദന എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളിക എന്ന് പറയുന്നത് ആൻറ്റാസിഡ് ആണ്. ആ ആൻറ്റാസിഡ് ഒരു ബേസ് ആണ്. അപ്പോൾ നമ്മൾ ആസിഡിനെ ആൻറ്റാസിഡ് ഉപയോഗിച്ച് ന്യൂട്രലൈസേഷൻ നടക്കുന്ന വയറ്റിൽ, അപ്പോൾ നമ്മൾ വേദന മാറുന്നു. അതേപോലെ ഈ കൃഷി സ്ഥലത്തും അത് തന്നെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, you have also learned in biology class that the hydrochloric acid helps in the process of digestion in the stomach. അപ്പോൾ എങ്ങനെയാണ് അസിഡിറ്റി വന്നത്? നമുക്കറിയാം, നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മൾ ചെറിയ അളവിൽ നമ്മുടെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ എന്താ, ആ കറക്റ്റ് എമൗണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ് എപ്പോഴും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുക, ഈ വയറ് തന്നെ അറിയില്ലല്ലോ. വയറ് ആ കറക്റ്റ് സമയങ്ങളിൽ ഇടവേളകളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആസിഡ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ അകത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണം ഒന്നും ചെല്ലണമില്ല, അപ്പോൾ ദഹിപ്പിക്കാനൊന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ വയറൊക്കെ ആസിഡിക് നേച്ചറായിട്ട് മാറും. അപ്പോൾ ഒരു കറക്റ്റായിട്ടൊരു ഫുഡ് റൊട്ടീൻ ഇല്ലെങ്കിലാണ് നിങ്ങൾക്ക് ആസിഡിറ്റി പോലുള്ള അസുഖങ്ങൾ വരിക. ഓക്കെ, കാരണം എന്താ, ഈ വയറ് HCl എമൗണ്ട് അപ്പോൾ കൂടും. കാരണം ഭക്ഷണം ഒന്നും ദഹിപ്പിക്കാൻ വയറ്റിൽ ചെല്ലണില്ല. അപ്പോൾ എന്താ, അപ്പോൾ HCl അവിടെ കിടന്ന് കൂടും. അപ്പോഴാണ് നമുക്ക് വയറുവേദന, അതിൽ അസിഡിറ്റി മൂലമുള്ള രോഗങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മുടെ അസിഡിറ്റി കുറയാൻ പറ്റും. കാരണം എന്താ, ആ ഭക്ഷണത്തിനെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് ദഹിപ്പിച്ച് കളയും. അപ്പോൾ ദഹിപ്പിക്കാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആസിഡ് എന്താ ചെയ്യുക അല്ലേ, അപ്പോഴാണ് നമുക്ക് ആസിഡൊക്കെ വന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആസിഡിറ്റി കൂടുതലാവുമ്പോൾ നമുക്ക് ഡോക്ടർ ആൻറ്റാസിഡ് തരും. ആൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ്. അപ്പം ആ ആൽക്കലി നമ്മൾ വയറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒക്കെ ചെയ്യും. അപ്പോൾ ആ ആസിഡിൻ്റെ എഫക്റ്റ് അവിടെ നഷ്ടപ്പെടും. ഓക്കെ, മെഡിസിൻ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ആസിഡിറ്റി ഇൻ ദ സ്റ്റൊമക് ആർ നോൺ ആസ് ആൻറ്റാസിഡ്. ഓക്കെ, ഇപ്പോൾ ആൻറ്റാസിഡിൽ എന്താണുള്ളത്, ബേസ് അല്ലെങ്കിൽ ആൽക്കലിയാണ് നമ്മുടെ ആൻറ്റാസിഡിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് വയറ്റിൽ ചെല്ലുമ്പോൾ ഈ ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ വയറിലെ ആസിഡിറ്റി മാറുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, നമ്മൾ സ്ലേക്കഡ് ലൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്മായം. ഓക്കെ, സ്ലേക്കഡ് ലൈം എന്താണ്, നമ്മൾ ഈ ആസിഡിക് നേച്ചർ മാറാനായിട്ട് ഞാൻ ഫാമിൽ സ്പ്രിങ്കിൾ ചെയ്യും, വെതറും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. There are instances of increased acidity in the soil. Similarly, there are instances of increased alkali level also. What type of substances are added in this situation, acid or base?
ഇറ്റ് ക്യാൻ ബി പോസിബിൾ ഓൺലി ഇഫ് പ്രോപ്പർട്ടി ഓഫ് ദ സോയിൽ ഈസ് നോൺ. അല്ലേ, നമുക്ക് എന്താ ചില പ്ലാന്റ്സ് ഒക്കെ ആസിഡിക് നേച്ചർ ആയിരിക്കും വേണ്ടത്. ചില പ്ലാന്റ്സ് വളരാൻ കുറച്ച് അസിഡിറ്റി വേണ്ടിവരും, ചില പ്ലാന്റ്സ് വളരാനായിട്ട് അസിഡിറ്റി ഒട്ടും വേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്ലാന്റ് ചെയ്യാനൊക്കെ മുമ്പ് നമ്മൾ സോയിൽ ഏത് നേച്ചറാണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാര്യം ചെയ്യാനുള്ളത്. എന്നിട്ട് ആ സോയിലിൻ്റെ നേച്ചറിനനുസരിച്ച് നമ്മൾ ആസിഡ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആൽക്കലി ചേർത്തിട്ട് അതിനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തു, നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിന് ആസിഡ് നേച്ചറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സോയിലിന് ആസിഡ് നേച്ചർ ഇല്ലെങ്കിൽ സംഭവിക്കും, നമ്മൾ കുറച്ച് ആസിഡ് കൊണ്ട് ചേർത്തതിനെ ആസിഡിക് നേച്ചറാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു എന്താണ് വേണ്ടത് നമ്മൾ എപ്പോഴും അറിയാനായിട്ട് നമ്മൾ സോയിലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സോയിലിൻ്റെ ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ pH വാല്യൂ നോക്കിയിട്ടാണ്. ഓക്കെ, pH വാല്യൂ നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, അപ്പോൾ അതുപോലെ തന്നെ ദ സ്ട്രെങ്ത് ഓഫ് ദ സബ്സ്റ്റൻസ് വിത്ത് ആസിഡ് ഓർ ആൽക്കലി നേച്ചർ. ഒരു വസ്തു എന്തോ ഒരു ആസിഡാണ് എന്തോ ഒരു ആൽക്കലി ആണെന്ന് ആ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ, ശക്തി കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ, ഇപ്പോൾ ഞാൻ ചിലത് സ്ട്രോങ് ആസിഡ്സ് ഉണ്ടാവും, ചിലത് വീക്ക് ആസിഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഒരു ആസിഡ് തന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ആയിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മൾ pH വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് ആൽക്കലി ആണോ വീക്ക് ആൽക്കലി ആണോ, അതൊരു സൊല്യൂഷൻ ന്യൂട്രൽ ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് pH വാല്യൂ എന്ന് പറയും. ഓക്കെ, അപ്പോൾ pH വാല്യൂവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, take equal quantities of dilute hydrochloric acid, sodium hydroxide solution and distilled water in the 3 test tube. അപ്പോൾ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നിറയ്ക്കുക. ഒരെണ്ണത്തിൽ ആസിഡ് നിറയ്ക്കുക, ഒരെണ്ണത്തിൽ ആൽക്കലി നിറയ്ക്കുക, ഒരെണ്ണത്തിൽ സാധാരണ ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ പച്ചവെള്ളത്തിൽ തന്നെ എന്താണ് നമ്മൾ ആസിഡ് നേച്ചറും ന്യൂട്രൽ നേച്ചറും കളഞ്ഞ ആൽക്കലി ആസിഡ് നേച്ചറും ഒക്കെ കളഞ്ഞ വെള്ളം ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, 3 ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് ഇതിനെ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്താണ് നമുക്കറിയാൻ പറ്റും, എന്താണ് നമ്മൾ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറും, ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും. വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ല, റെഡ് ആയാലും ബ്ലൂ മുക്കിയാലും അവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല, കളർ അങ്ങനെ തന്നെ നിലനിൽക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്താ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിനോഫ്തലിൻ ഒഴിക്കുന്നതാണ്. ഫിനോഫ്തലിൻ ഒഴിച്ച് കഴിയുമ്പോൾ സംഭവിക്കും, ഫിനോഫ്തലിൻ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കളർ നോക്കിയിട്ട് എന്ത് കാണാൻ പറ്റും, ആ ഒരു നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ കളർ നോക്കിയിട്ട് നമുക്കതൊരു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ നോക്കാം. ഓക്കെ, ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് ഫിനോഫ്തലിൻ ഒഴിച്ച് നോക്കാം. അതേപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ pH വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആസിഡ് എന്താ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത് H+ അയോൺസ് ആണ് അല്ലേ. ഇനിയും ആൽക്കലി എന്താ ലിബറേറ്റ് ചെയ്യുന്നത് OH- അയോൺസ് ആണ് അല്ലേ. ഇപ്പം ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്ന് സംഭവിക്കുക, അവിടെ H+ന്റെ അളവും OH- അളവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആസിഡിലാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുക, ആസിഡിലാണെന്നുണ്ടെങ്കിൽ H+ ലാർജ് ആയിരിക്കും, H+ന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആൽക്കലിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ OH- അളവ് കൂടുതലായിരിക്കും. ഈ ന്യൂട്രൽ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക, അവിടെ രണ്ടും ഈക്വൽ ആയിരിക്കും, H+ഉം OH- ഈക്വൽ ആയിരിക്കും. ഒരു കണ്ടീഷനാണ് നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും പ്രോപ്പർട്ടിയും കാണിക്കില്ല, ആസിഡും കാണിക്കില്ല, ബേസും ആയിട്ട് വർക്ക് ചെയ്യില്ല. അത് വെള്ളം ഒരു ന്യൂട്രലാണ്, അത് ആസിഡും അല്ല ബേസും ഇല്ല. ഓക്കെ, ആൽക്കലി അല്ല, അതൊരു സബ്സ്റ്റൻസ് ആണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മളിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ന്യൂട്രൽ സൊല്യൂഷനിലേക്ക് കുറച്ച് ആസിഡ് വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും, അത് ആസിഡിക് നേച്ചറായിട്ട് മാറും. ഈ ന്യൂട്രൽ സൊല്യൂഷനിലേക്ക് കുറച്ച് ആൽക്കലി വെച്ച് കഴിഞ്ഞാൽ ആൽക്കലി നേച്ചറായിട്ട് മാറും. അപ്പോൾ pH വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. Determination of pH value is a scientific method for finding the acid or alkali nature of substance. അപ്പോൾ സയന്റിഫിക് ആയിട്ട് നമുക്കൊരു വസ്തു ആസിഡ് ആണോ ആൽക്കലി ആണോ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, pH വാല്യൂ നോക്കിയിട്ടാണ്. pH വാല്യൂ. ഓക്കെ, the Danish scientist Sorensen devised the pH scale for this. Okay, സോറൻസൻ എന്ന് പറഞ്ഞിട്ട് ഒരു സയന്റിസ്റ്റ് ആണ് നമ്മൾ ഈ pH വാല്യൂവിനെ ഡിവൈസ് സ്കെയിൽ തന്നെ കണ്ടുപിടിച്ചത്. ഓക്കെ, the pH scale was devised based on the H+ ion concentration in the solution. ആ pH സ്കെയിൽ എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്തോരാന്ന് നോക്കും. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ നോക്കിയിട്ടാണ് അവിടെ pH വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ H+ അയോൺസിനെ മാത്രം നോക്കുള്ളൂ. അപ്പോൾ H+ അയോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ആസിഡും, H+ അയോൺസ് ഇല്ല അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ന്യൂട്രൽ അല്ലെങ്കിൽ സോറി അത് എന്താണ് ആൽക്കലിയാണ്. ഈ രണ്ടും എന്താ ഇനിയും H+ അയോൺസ് ഒരു OH+ ഒരു ഏകദേശം ഒരു ഈക്വൽ ആയിട്ട് എൻ്റെ കേസിൽ അത് ന്യൂട്രൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ H+ന്റെ കോൺസെൻട്രേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂ നോക്കുന്നത്, സൊല്യൂഷനിലെ വാല്യൂ നോക്കുന്നത്.
ഓക്കെ, അതാണ് നമ്മുടെ പി എച്ച് സ്കെയിൽ എന്ന് പറഞ്ഞാൽ പി എച്ച് സ്കെയിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to 12, 0 to 14. പി എച്ച് സ്കെയിലിൽ 0 to 14 വാല്യൂസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു സ്കെയിൽ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ പോലെ തന്നെയാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. അതിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0 തുടങ്ങി എന്താണ് 14 വരെയാണ് അതിനുള്ള നമ്പേഴ്സ്, 0 to 14. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ, ന്യൂട്രൽ ആണോ, ആൽക്കലി ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിന് സ്കെയിൽ എന്ന് പറയുന്നത് ഇതിൽ 0 തുടങ്ങി 14 വരെ ഉണ്ടാവും ലെറ്റേഴ്സ്. ഓക്കെ, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. അപ്പം 14 വാല്യൂസ് വരെയായിരിക്കും നമുക്ക് അതിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് അത് ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് ഈ 7 എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂട്രൽ സൊല്യൂഷൻ. അപ്പോൾ പി എച്ച് വാല്യൂ 7 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, ന്യൂട്രൽ സൊല്യൂഷൻ. പി എച്ച് വാല്യൂ 7-നേക്കാളും താഴെയാണ് വെച്ച് കഴിഞ്ഞാൽ 0 to 6 ആണെന്നുണ്ടെങ്കിൽ അത് എന്താ മനസ്സിലാക്കാം? ആ ഒരു സൊല്യൂഷൻ ആസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുക. ആസിഡിക് നേച്ചർ. ഓക്കെ, ആസിഡിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. എന്താണ് 13, 14 വരെ കേട്ടോ. 8 തൊട്ടിട്ട് ഒരു 14 വരെയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? അതൊരു ആൽക്കലി അല്ലെങ്കിൽ ആൽക്കലി സൊല്യൂഷൻ ആണെന്ന് പറയാം. ആൽക്കലി അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ പി എച്ച് വാല്യൂ തന്നിട്ട് അത് ആസിഡ് ആണോ, ന്യൂട്രൽ ആണോ, ബേസ് ആണോ ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് വെള്ളം, നമ്മൾ സാധാരണ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. ദാറ്റ് മീൻസ് എന്താണ്? അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രോങ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താ 1, 2 ഒക്കെയാണ് ഇതിന്റെ പി എച്ച് വാല്യൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് സ്ട്രോങ് ആസിഡ് ആണ്. ഓക്കെ, പി എച്ച് വാല്യൂ കുറയുന്നതോറും അതിന്റെ ആസിഡിക് നേച്ചർ കുറഞ്ഞു വരുന്നതാണ് അർത്ഥം. അതുപോലെ തന്നെ എന്താണ് ആൽക്കലി ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ പി എച്ച് വാല്യൂ ഡിറ്റർമൈൻ ചെയ്തിട്ട് നമുക്ക് അതിന്റെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാൻ പറ്റും. സ്ട്രോങ് ആസിഡ് ആണോ, വീക്ക് ആസിഡ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പി എച്ച് ഒരു കളർ ചാർട്ട് കൊണ്ട് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നോക്കണമെന്നല്ലേ, ഈ പി എച്ച് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നല്ലേ. അപ്പൊ അതിനെന്താ, നമ്മൾ ഈ പി എച്ച് പേപ്പർ ആ സൊല്യൂഷനിൽ മുക്കുമ്പോൾ ഓരോ കളേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ആ കളർ വെച്ചിട്ടാണ് നമ്മൾ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പി എച്ച് പേപ്പർ ഉണ്ടാവും. പി എച്ച് പേപ്പർ നമ്മൾ ഓരോ സൊല്യൂഷനിൽ മുക്കും. അപ്പൊ നമുക്ക് ആ പി എച്ച് പേപ്പറും പല പല കളർ കിട്ടും. ആ ഒരു കളർ ചാർട്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ലാസ് പിന്നെ കട്ടയും എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ന്യൂട്രൽ ആണ്, ആസിഡ് ആണ്, ആൽക്കലി ആണ്, നമുക്ക് ഈ പി എച്ച് സ്കെയിൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. നമുക്കൊരു എങ്ങനെ ചെക്ക് ചെയ്യാം? ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഒരു കളർ ചാർട്ട് ഉണ്ട്. ഓക്കെ, ഒരു സൊല്യൂഷനിലേക്ക് പി എച്ച് പേപ്പർ മുക്കി കഴിയുമ്പോൾ ഡിഫറെന്റ് കളർ കിട്ടും. ആ കളർ വെച്ചിട്ടാണ് നമ്മൾ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇത് നോക്കാം, ജസ്റ്റ് വായിക്കാം. പി എച്ച് സ്കെയിൽ ഈസ് എ മെത്തേഡ് യൂസ് ടു എക്സ്പ്രസ് ആസിഡ് ഓർ ബേസിക് നേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബേസ്ഡ് ഓൺ ദി എമൗണ്ട് ഓഫ് H+ അയോൺസ് ഇൻ ദ aqueous solution. ഓക്കെ, aqueous solution H+ അയോൺസ് നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓൺ ദി ബേസ് ഓഫ് ദ പി എച്ച് വാല്യൂ, ദി വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് 7. എപ്പോഴും ഓർക്കാം, ഒരു പി എച്ച് ന്യൂട്രൽ സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 7 ആയിരിക്കും. എന്താണ് ഗ്രേറ്റർ ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അത് ആൽക്കലി, അല്ലെങ്കിൽ ആൽക്കലി ബേസ് എന്ന് പറയാം. അല്ലെങ്കിൽ അത് 7 കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കത് ആസിഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്നല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പി എച്ച് വാല്യൂസ് ഓഫ് ഡിഫറെന്റ് സൊല്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ആൻഡ് കമ്പയർഡ്. എ പി എച്ച് പേപ്പർ, പി എച്ച് സൊല്യൂഷൻ ഓർ പി എച്ച് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, ഒന്നുപോലെ പി എച്ച് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ പി എച്ച് സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ പി എച്ച് മീറ്റർ ഉണ്ട്. ഈ മൂന്നും നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക് ഒന്നുപോലെ പി എച്ച് പേപ്പർ ഡിപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കളർ കിട്ടും. അല്ലെങ്കിൽ പി എച്ച് സൊല്യൂഷൻ വയ്ക്കുക. അപ്പോൾ ആ സൊല്യൂഷൻ വേറൊരു കളറായിട്ട് മാറും. ആ തന്നേനെ കളറിൽ 14 കളറുണ്ട്, ആ ഒരു കളറിൽ 14 കളറുള്ള സൊല്യൂഷനായിട്ടാണ് മാറാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് പി എച്ച് മീറ്റർ ഉണ്ട്, ആ മീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ വരും? നമ്മളൊരു പി എച്ച് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പി എച്ച് പേപ്പറോ അല്ലെങ്കിൽ പി എച്ച് സൊല്യൂഷൻ എന്തെങ്കിലും ഒഴിക്കുക. അപ്പോൾ ആ സൊല്യൂഷൻ ഈ ഒരു 14 കളറിൽ ഏതെങ്കിലും കളറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കളറായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡ് സൊല്യൂഷൻ ആണ് കിട്ടണമെന്ന്, ഓറഞ്ച് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പി എച്ച് വാല്യൂ 1 എന്ന് പറയും. ഈ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാർട്ട് വെച്ചിട്ട് ചെറിയ ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, ഒരു യെല്ലോ ആണെങ്കിൽ നമ്മൾ 5 എന്ന് പറയും, ഗ്രീൻ ആണെങ്കിൽ 6 എന്ന് പറയും, ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ 7 എന്ന് പറയും. ഓക്കെ, ഒരു ബ്ലൂ പോലെയാണ് 8 എന്ന് പറയും. അങ്ങനെ പല പല ഷെയ്ഡ്സ്, ഒരു RGBയുടെ പല പല ഷെയ്ഡ്സ് ആണുള്ളത്. റെഡ്, യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, എൻ്റെ പല പല ഷെയ്ഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ്റെ കറക്റ്റ് ആയിട്ട് പി എച്ച് പേപ്പർ വെച്ച് നോക്കുക, സൊല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എൻ്റെ പി എച്ച് വാല്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻ്റെ പി എച്ച് വാല്യൂ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് കുറച്ച് എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കളർ ഓഫ് pH പേപ്പർ കണ്ടുപിടിക്കണം, pH വാല്യൂ കണ്ടുപിടിക്കണം. ആ pH വാല്യൂ വെച്ചിട്ട് അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ജസ്റ്റ് നമുക്ക് നോക്കാം. വിനീഗർ നിങ്ങൾക്ക് അറിയാം, ചൊറുക്ക, അത് ആസിഡാണ്. അത് നമ്മൾ pH പേപ്പർ വെക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കളർ പറയാം. അതിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, റെഡ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ 7 ആണോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ലെസ് ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, അത് ആസിഡാണ്. ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രീൻ കളർ ആയിരിക്കും, ഒരു നല്ല ഒരു പച്ച കളറായിരിക്കും നമുക്ക് ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ കിട്ടാം. ഓക്കെ, അപ്പം ഒരു റെഡിഷ് കളറൊക്കെ വന്നത് എന്താണ്, റെഡ് യെല്ലോ കളറൊക്കെ ആസിഡിലാണ് വന്നത്. ഓക്കെ, ഇനി ഒരു ബ്ലൂവിൻ്റെ വേരിയേഷൻസ് ആണ് നമുക്ക് ബേസിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ ലൈം വാട്ടർ ആണെങ്കിൽ നമുക്കൊരു ബ്ലൂ കളറായിരിക്കും കിട്ടുക. ബ്ലൂ കളർ ആണെങ്കിൽ അത് 7 ആണ്, മോർ ദാൻ 7 ആണ്, അത് ബേസ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റെഡ് ആയിരിക്കും. അത് എന്തായാലും നിങ്ങൾക്ക് അറിയാം ആസിഡ് ആണ്, അതിൻ്റെ pH വാല്യൂ ലെസ് ദാൻ 7 ആയിരിക്കും. ഈ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ ആയിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് എന്താണ്, അതിന് കളർ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. ലിക്വസ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കളറൊന്നും മാറില്ല. എന്താണ്, അതൊരു ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, വാഷിംഗ് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ബേസ് ആണ്, അത് ബ്ലൂ ആണ്, മോർ ദാൻ 7 ആയിരിക്കും. അതേപോലെ തന്നെ അമോണിയം സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അമോണിയം സൊല്യൂഷനും ബ്ലൂ ആണ്, അത് മോർ ദാൻ 7 ആണ്, അത് ബേസ് ആണ്. ഇനി പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷനും സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും ന്യൂട്രൽ സൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കാണിക്കുന്നത് 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് എല്ലാ കാര്യങ്ങളും അപ്പോൾ എഴുതി തന്നെ അറിയാൻ പറ്റുമോ, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ എന്നിട്ട് നമുക്ക് ചോദിക്കാം. വിനീഗർ, ഓക്കെ, വാല്യൂ ഒന്നും ചോദിക്കില്ല, അത് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡിറ്റർമൈൻ ദ pH ഓഫ് വാല്യൂ ഓഫ് എ സൊല്യൂഷൻ സോയിൽ ബിഫോർ ഫാമിംഗ് ബൈ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് pH ഒരു നമ്മൾ ഫാമിംഗ് ചെയ്യുന്നതിന് മുമ്പ് pH വാല്യൂ കണ്ടുപിടിക്കുന്നത് പറയാൻ കാരണം എന്താണ്, pH വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട്, ഇപ്പോൾ ആസിഡ് നേച്ചറുള്ള ക്രോപ്പാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഒരു മണിയിൽ നമ്മൾ ആസിഡിക് നേച്ചർ കൊടുക്കണം അല്ലേ. ഇനി ആസിഡിക് നേച്ചർ ഒട്ടും വേണ്ടാത്ത ക്രോപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൽക്കലി യൂസ് ചെയ്ത് ന്യൂട്രലൈസേഷൻ നടത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിങ്ങിന് മുമ്പ് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ആ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ടെസ്റ്റ് ഒരു വസ്തു ആ സോയിൽ ആസിഡിക് നേച്ചർ, ആ സോയിൽ മാത്രമല്ല ഏതൊരു വസ്തു ആയാലും നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ ചെക്ക് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഒരു pH വാല്യൂ വെച്ചിട്ടാണ്. യൂണിവേഴ്സിൽ മൊത്തം ഒരു സയന്റിഫിക് മെത്തേഡായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതും എന്താ ഈ ഒരു pH വാല്യൂവിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് pH വാല്യൂ ആണ്. ലിറ്റ്മസ് പേപ്പറിനൊക്കെ കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. നമുക്ക് എന്നൊക്കെ ഓരോ സ്കെയിൽ ഒരു വാല്യൂസ് കിട്ടും അല്ലേ, അതിൻ്റെ സ്ട്രെങ്ത് പറയാൻ പറ്റും നമുക്ക് pH വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ pH വാല്യൂ ആണ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ pH സ്കെയിലും. അതിൻ്റെ ഒരു കളർ കോഡ് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് എവിടെ വരുമ്പോഴാണ് ആസിഡ് ആവുക, 7 താഴെ വരുമ്പോഴാണ് ആസിഡ് ആവുക, 7 മേലെ വരുമ്പോൾ ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആവും, 7 വരുമ്പോൾ ന്യൂട്രൽ ആവും. ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ ഓർത്തിരുന്നാൽ മതി. പിന്നെ കളർ കോഡൊന്നും ജസ്റ്റ് ഓർത്തിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ pH സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളത് ഒന്ന് പഠിക്കാനായിട്ട്. അപ്പോൾ pH എന്ന സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽക്കലി എന്ന സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ആസിഡ് കഴിഞ്ഞു, ആൽക്കലി കഴിഞ്ഞു, നമ്മൾ അടുത്ത സെക്ഷന് സോൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും സെക്ഷൻ വായിക്കുക, എന്തെങ്കിലും സംശയം ചോദിക്കുക കേട്ടോ. താങ്ക് യു.